ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രക്കർ. ഞാൻ ഇന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയണ്ടായിരിക്കും. ഞാൻ ഇന്നുള്ളത് പാലമലയിൽ തന്നെയാണ് കേട്ടോ. പാലമലയിൽ എന്നാണ് ഇതിന് പറയുക. പാലമല വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല നിങ്ങൾ? ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മലതീരത്തിലൊക്കെ വീടുകളും അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നുണ്ട്. എൻ്റെ പുറകിൽ കണ്ടോ നിങ്ങൾ? നല്ല അടർത്തിയായിട്ടുള്ള ഒരു പുളിമരം കാണാൻ നല്ല ഭംഗിയില്ലേ? ശരിക്കും ഞാൻ ഇന്നുള്ളത് ഒരു മലവാസി ഗ്രാമത്തിലാണ് കേട്ടോ. മലൈവാൾ മക്കൾ എന്നാണ് ഇവരെ പറയാറ്. ഇത് കണ്ടോ, ഈ ഏരിയയിലൊക്കെ ഫുള്ളും അവരാണ്. പക്ഷെ ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആരൊക്കെ നമ്മളോടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവർ കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നില്ല. വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഏട്ടൻ മാത്രം സംസാരിച്ച് ഈ നാട്ടിൻ്റെ അവസ്ഥ ഒക്കെ പറഞ്ഞു തന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ കരടിയും പുലിയും പിന്നെ വൈൽഡ് ഡോഗ്സും ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാവുന്നതിന് മുമ്പ് വേഗം വീടെത്തിക്കുമെന്ന് ഞങ്ങളോട് പറയണത് കേട്ടോ. പക്ഷേ ഇവിടെ കാണാൻ പറ്റിയ കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ഞാനുള്ളത് സേലം ജില്ലയിൽ മേട്ടൂരിൻ്റെ അടുത്ത് പാളമലൈ മലൈവാസി മക്കളുടെ കൂടെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് കുറച്ച് ഇവിടെ കണക്ഷൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളും നിങ്ങൾ കണ്ടിട്ട് ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അത്ഭുതപ്പെടും. ആ വീഡിയോ ഫുള്ളും കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് നേരെ ഈ വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഓരോരോ വീടുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ ഞാൻ പോകട്ടെ. കാരണം ഇവിടെ അധികം ആരും സംസാരിക്കുന്നില്ല. അത് ചെറിയ റിസ്ക് ഉണ്ട്. ആ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാവേ. അപ്പോൾ പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ മിസ്സിങ് ആവേ. இந்த வீட்டுக்கிட்ட மட்டும் கொஞ்சம் ஸ்லோ பண்ணிக்கோ. நீ அப்படியே வாய்ஸ் ஓவர் கொடுத்து எடுத்துக்கோ. நான் அதான் பண்ண போகிறேன், நீ ஸ்லோ மட்டும் பண்ணு, நான் வாய்ஸ் ஓவர் கொடுத்துக்கிறேன். இந்த வீடெல்லாம் பாருங்களேன். ഇങ്ങനത്തെ വീടുകളുണ്ടോ ഇവിടെ കൂടുതലും അധികം? ഇതുണ്ടോ, ഇത് വീടാണേ. ഇത് ഈ മലയുടെ മുകളിലൊരു വീടാണ്. ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് ഇവർ. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഉണ്ട് കേട്ടോ. ആളിൻ്റെ ഉള്ളിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. അங்கே ஒரு பைக் போகுது பாரு. ചെറിയൊരു റിവർ ക്രോസിംഗ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ശരിക്കും ഇത് 365 ദിവസം ഇവിടെ വറ്റാണ്ട് പോകത്രേ. മഴക്കാലത്ത് വളരെ അധികത്തിൽ പോകത്രേ. ഇതുണ്ടോ, പക്ഷേ ബൈക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. ഇതിൽ 365 ദിവസം ഇവിടെ വെള്ളം വറ്റില്ല. അതേപോലെ ഒരു ഒഴുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ പറയുന്നത്. പ്രകൃതി മാത്രം. ഫോൺ കണ്ടില്ലേ, ഫോണൊക്കെ കഴുകുന്നത് വെള്ളത്തിലിട്ട് പോയിട്ട് കഴുകി നോക്കി അവനതൊക്കെ ചെയ്യും. ഇതൊക്കെ കണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് 2026 കേട്ടോ, പഴയ കാലത്തിലൊന്നല്ല. ഇപ്പോഴും വളരാത്ത ഒരുപാട് നാടുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കേട്ടോ. ഇവിടെ നോക്കിയാലും മലയും കുന്നും പ്രകൃതി ഭംഗിയും കോടയും കാറ്റും, ഒരു പൊല്യൂഷൻ ഇല്ല, വണ്ടിയുടെ സൗണ്ട് ഇല്ല, ഫുള്ള് പ്രകൃതി മാത്രം കേട്ടോ. മാനത്ത് മുട്ടി നിൽക്കുന്ന ഒരു മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എത്ര ഹൈറ്റിലാന്നുള്ളത് ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. അതുകൊണ്ടോ, അവിടെ കണ്ടോ ഒരു വെള്ള ഡോട്ട് ആ മലയുടെ നെറുവിൽ, അതാണ് കേട്ടോ ആ അമ്പലം. അത് എത്ര ഹൈറ്റിലാണെന്ന് അറിയാം നിങ്ങൾ? എൻ്റെ അമ്മ, ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ മലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നടന്നിട്ട് വേണം, കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. ആ മലയിൽ വർഷത്തിൽ ഒരു തവണ വിശേഷം ഉണ്ടാവും, അപ്പോഴേ ഇവിടെ ആൾക്കൂട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവില്ല. എത്ര ഹൈറ്റിലാണെന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ, സൂം ചെയ്തൊന്നും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ആ വെള്ള ഡോട്ട് ഉണ്ട് കേട്ടോ, അതോട്ടോ അമ്പലം. இந்த இடத்துலலாம் இந்த மரத்துல நானும் கௌதம் ஒரு டைம் பழம் பிச்சோம். தெரியாம காய பிச்சுட்டோம். அது லைட்டா போச்சோம், பால் அப்படியே பீச்சிட்டு அடிக்குது பழத்துல. மேல ஃபுல்லா பால். அது அந்த பழத்தை பாதூரம் எடுத்துட்டு வந்துட்டு கீழே போட்டு போயிட்டோம். எடுத்துட்டேன் ஐயா. மேலே போகலாங்களா ஐயா? மேலே ஊருக்குள்ளே போகலாங்களா?
எவ்வளோ தூரம் போகணும்? ஆ அங்கே கிராமங்கள் எல்லாம் இருக்கா? இந்நேரத்துக்கு போக முடியாது. இந்நேரத்துக்கு போக முடியாது. செங்காரத்தோப்பில் போய் இருந்துக்கணும். கோயில் இருக்கு. கோயில் இருந்துக்கிட்டு காலையில் எழுந்திரிச்சு போகணும். காலையில் போகலாம். பொழுதாகி போச்சு. பொழுதாகி போச்சு. அந்த வீடை காட்டிக்கிறேன். எதுவா போ? போ. എന്തേടെ ഒരു ഇത് മറ്റേ ചന്തി വേദനിക്കുന്നു ഇരുന്ന് എൻ്റെ അമ്മോ പേടിച്ചാൻ ഇത് നോക്കി. ആൾക്ക് നമ്മളോട് താല്പര്യമില്ല, ഇങ്ങേർക്കും താല്പര്യമില്ല. ആ ടോപ്പിലൊക്കെ വീടുകൾ കണ്ടോ നിങ്ങൾ? അവിടെ ഉണ്ട് എത്രമാനം വീടുകളാണെന്ന് പറയാം. മലയുടെ കുന്നിൽ ഫുള്ള് കൃഷിയാട്ടോ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്നൊരു വ്യൂ നോക്കേ. എൻ്റെ അമ്മോ, അവിടെ ഒരു വീടുണ്ട് കേട്ടോ. പക്ഷെ ആരും നമ്മളോട് മിണ്ടുന്നില്ല, അതുകൊണ്ട് വീടൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഹായ്, ഉங்கள் പേരെന്നെ? പേരില്ലയാ? സുഹൃത്തുക്കളെ, ഇവിടെ കണ്ടോ ഞാൻ എത്ര ഭംഗിയുള്ള ഒരു മലഗ്രാമത്തിലുള്ളതെന്ന് അറിയോ? ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മോ, എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ ഇത്. ഞാനുള്ളത് തമിഴ്നാട്ടിലാട്ടോ. തമിഴ്നാട്ടിൽ സേലം ജില്ലയിലാണുള്ളത്. ഇങ്ങോട്ട് നോക്കി ഭംഗി. അവിടെ മലയുടെ ചെരുവിലൊരു വീടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ കുറച്ച് വീടുകളുണ്ട്. എത്ര മലകൾ കഴിഞ്ഞിട്ടാണെന്നറിയോ ഈ വില്ലേജ്. എന്തു ഭംഗിയുണ്ടെന്നറിയോ. ഒക്കെ കൃഷി സ്ഥലങ്ങളാട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. ഇതുണ്ട്, ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ, അവിടെയും കണ്ടോ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൃഷി ചെയ്ത് വരുന്നത്. ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കൂടുതലും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരോട് വല്ലാതെ ഡിസ്റ്റർബൻസ് ചെയ്യാതെ ഇത് പോകുന്ന വഴിക്ക് ഓരോന്നിങ്ങനെ കാണിച്ചു പോവാണ്. ഇതുണ്ടല്ലോ, ഇത് മറ്റേ ഇത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ തന്നെ പോകണമെന്നില്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട് ഇതുപോലുള്ള അടിപൊളി വില്ലേജ്. അത് നമ്മുടെ തൊട്ട് അയൽവാസി നാടായിട്ടുള്ള തമിഴ്നാട്ടിലോട്ടോ ഈ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറം നാടൊന്നും അല്ലാണ്ട്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ അതർ കൺട്രിയിൽ വേറെ ഏതോ നാട്ടിൽ നിൽക്കുന്നൊരു ഫീലാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിയാണ്ടല്ലോ ഭയങ്കരമാണ്. അപ്പോൾ അമ്മ എന്നാൽ ഞങ്ങൾ ഇനി കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് അതൊക്കെ വില്ലേജ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാട്ടോ. റോഡ് ഏതോരിക്കും പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു 10-30 വീടുണ്ടാവട്ടെ. ഇതുപോലെ കുട്ടി കുട്ടി പെരകളാണ്. വലിയ ആർഭാട്ട ജീവിതമൊന്നുമല്ല, ചെറിയ വീടുകൾ, മൺവീടുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. இன்னொரு ரோடு போகுது. இது காட்டுக்குள்ளே போகிற மாதிரி இருக்குது. வீட்டுக்குள்ளே தான் போவோம், வில்லேஜுக்குள்ளே தான் போவோம். ഇതൊന്നും വന്ന് വേറെ ഒരു റൂട്ടിലേക്ക് എത്തി. இந்த അവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഒരു റോഡുണ്ട്. வேறு வனவிலங்குகள் அந்த மாதிரி எதுவும் வருவங்களா? இப்போ வருதுங்களா? முன்ன இல்லை, இப்போ வருது. என்ன மாதிரிலாம் வருது? கரடி, பன்னி எல்லாம் வருது. சிறுத்தை இருக்குதுங்களா? ஓ ஓ, சிறுத்தை இப்போ வருதுங்களா இங்கே? 4-5 வருஷமா? கரடி பன்னியெல்லாம் முன்னாடிலேருந்து இருக்குது. சிறுத்தை தான் இப்போ 4-5 வருஷமாக இருக்குது. ஓ சரி சரி. ஏதோ அட்டகாசம் பண்ணுங்களா? இது மாடு ஆடெல்லாம் பிடிச்சிட்டு போங்களா? பிடிச்சிருது. ஓ இது விவசாயம் எதுவும் பண்ணுறீங்களா இங்கே? இது உங்கள் விவசாய நிலமா? என்ன போட்டிருக்கீங்க விவசாயம்? கடலைங்களா? ஓ சரி சரி. ராகி, கடலை, வேற என்னென்ன அங்கே விவசாயம் பண்ணுவாங்க?
கம்பு சோளம் எல்லாம் பண்ணுவாங்க. காய்கறி அந்த மாதிரி அதிகம் பண்ணுறது அதில் இல்லை. இது என்னது நான் நெல்லா? இது நெல் போட்டிருக்காங்க. சரி சரி. கரும்பை தவிர மற்றதெல்லாம் பண்ணுறாங்க. ஓ சரி சரிண்ணா. வந்துச்சா இப்போ அடுத்த நாள் எங்கேயாச்சும் சிறுத்தை வந்துச்சா? வந்து எவ்வளோ நாள் ஆயிருக்கும்? 4 நாள் முன்னாடி சிறுத்தை வந்துச்சா? ஓ அப்படிங்களா? நைட்டில் பார்த்தாங்களா? ஐயோ. சிறுத்தை வந்து எதுவும் இந்த நாய் வீட்டில் எதுவும் கோழி ஆடு மாடெல்லாம் பிடிச்சிட்டு போயிடுது. நீங்கள் பார்த்துருக்கீங்களா? நீங்கள் இது வரைக்கும் பார்த்ததில்ல? சொன்னீங்களா சிறுத்தை இருக்குது? யானைனா பட்டாசு போடலாமே. காமெடிட்டோ. எங்க சிறுத்தைக்கு பட்டாசு போட்டு என்னங்க பிரயோஜனம்? அதெல்லாம் ஓடாது. சும்மா அந்த சத்தத்துக்கு கொஞ்சம் தூரம் ஓடும், அவ்வளோதான், நின்றுரும். அதே மாதிரி திரும்ப வந்துடும். அந்த അങ്ങ് മേലെയും ആൾ இருக்காங்க. എല്ലാം വ്യവസായം പண்றாங்க അണ്ണാ. ഓ അതാ അതിൻ്റെ നെറുവിലും കണ്ടോ കുറച്ച് ആൾ അവിടെയും കൃഷിയായിട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന. അവിടെ കണ്ടോ ആളുകൾ നടന്നു വന്നേ. இது வந்து கடலைங்களா? இது உங்கள் தோட்டங்களா? പോയി பார்க்கலாங்களா? അതായത് ഫെൻസിങ് ഉണ്ട് അത്ര ഇവിടെ. പക്ഷെ താഴെ കൂടെ കേട്ടോ വെച്ചിരിക്കുന്നത്. പന്നികളുടെ ശല്യമാണ് വളരെയധികം കൂടുതലായത് കൊണ്ട്. ഇത് കണ്ടില്ലേ, താഴെ കൂടെ ചെറിയ ഫെൻസിങ്. ഇതാണ് കേട്ടോ നമ്മളുടെ കടല. ടിങ് 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 റോസ്റ്റ് അടിക്കില്ലേ നമ്മൾ നിലക്കടലയാണ് കേട്ടോ ഈ കാണുന്നത്. നിലക്കട ചെടിയിലാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പച്ച നിറത്തിൽ. അതിൻ്റെ നേരെ താഴെ നെല്ല്. ഇതാ ഇവിടെ 2 വീടുണ്ട്. അതിൻ്റെ നെറുവിലൊരു വീടുണ്ട്. പിന്നെ ടോപ്പിൽ ഇതാ കൃഷി നടത്തുന്നുണ്ട്. ആ മല കണ്ടോ നിങ്ങൾ? ആ ടോപ്പ് വരെ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നേരെ മുകളിൽ പാറകൾ. ദേ അവിടെ ഒരു പാറ, വലിയൊരു മല. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ അവിടെ കണ്ടോ, അവിടെ കേട്ടോ അമ്പലം. 3-4 മണിക്കൂറാണ് നമ്മൾ ഇവിടുന്ന് നടന്ന് അവിടെ എത്താൻ. ഈ ഒരു ലൊക്കേഷൻ മാത്രം നോക്കി നോക്കി എന്തു ഭംഗിയാണെന്ന്. ഇവിടെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. കുറേ പൂക്കളും മരങ്ങളും പാറകളും. എന്തു ഭംഗിയുള്ള ഗ്രാമമാണെന്നറിയത്. എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. விவசாயம் பண்ணி பெருசாக காசு இல்லை இங்கே. சாப்பாட்டுக்கு ഒന്നും ഇല്ല. ഇല്ല ഇല്ല സുഹൃത്തുക്കളെ, അങ്ങനെ പറയണം തോന്നുന്നുണ്ട് എനിക്ക്. സത്യം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലുള്ള ഒരു ഗ്രാമത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. എൻ്റെ പുറകിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒക്കെ ഒന്ന് നോക്കി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്ക്. മുകളിലേക്ക് എത്തും തോറും തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, കൃഷി ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. മലച്ചെരുവിൽ പിന്നെ എങ്ങനെ ചെയ്യുന്നുള്ള നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇവിടെ ദാ ഒരു നെല്ല്, ഇവിടെ ദാ നെല്ലിട്ടിരിക്കുന്നു. പിന്നെ സ്റ്റെപ്പ് ബൈ ഇതാ അവിടെ കുറച്ച് നെല്ല്, പിന്നെ താഴെ കുറച്ച് നെല്ല്, പിന്നെ അതിൻ്റെ താഴെ ഇതാ അവിടെ വരെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു ഗ്രാമത്തേക്ക് എത്ര ഇതാ ഈ മലയല്ലേ, ഈ മലയും ഈ മലയിലും നടക്കും. ഇവിടെ ഒരു ഗ്രാമമുണ്ട്. ഇതിൽ കൂടെ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആ വില്ലേജിലേക്ക് എത്താമെന്ന്. അപ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി പറഞ്ഞു വേണ്ട, നേരെ ഇരുട്ടായി, ചിലപ്പോൾ പുലിയോ കരടിയോ അല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സീനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് എത്താമെന്നാണ് പറയണേ. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നാളെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വില്ലേജ് ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാൻ വരാം കേട്ടോ. എന്തു ഭംഗിയുള്ള ഗ്രാമമാണെന്ന് അറിയാം. ഇങ്ങോട്ട് നോക്കി ഫ്രണ്ട്സ്, എനിക്കിത് എത്ര തവണ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടെന്ന് അറിയാത്ത. അങ്ങോട്ടേക്ക് നോക്കി, അവിടെ ദൂരത്ത് മലകൾ കണ്ടോ നിങ്ങൾ? അങ്ങോട്ട് നോക്കി, ഏതോ ലോകത്തേക്ക് എത്തിയ പോലെ. അങ്ങോട്ട് ദൂരെ നോക്കി, അതൊക്കെ നമ്മളുടെ ബർഗൂർ മലകളാണ് കേട്ടോ. ആനക്കാടാണ് കേട്ടോ ശരിക്കും. അതൊക്കെ ആനക്കാടുകളാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പുലിക്കാടുകളാണ്. എന്ത് ഭംഗിയുള്ള നാടാണെന്നറിയോ. ഇത്ര നേരം ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇനി നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ചിക്കനൊക്കെ ഉണ്ടായിട്ട് ഈ തണുപ്പത്തൊക്കെ ഇരുന്ന് ആ ചിക്കൻ ഇങ്ങനെ കഴിക്കുന്ന ഒരു വീഡിയോ കാണാട്ടോ. ഇനി നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. ഇനി നേരെ വില്ലേജിൽ പോവാം. കാരണം നേരെ ഇരുട്ടാവാനായി. ഇനി വല്ലാതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇതാണ് ഞാൻ എപ്പോഴും പറയാറ്. നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയണ്ടായിരിക്കും, നമ്മളെപ്പോഴും എല്ലാവരും പോകുന്ന സ്ഥലത്തേക്കല്ല പോകാറ്. പുതിയ സ്ഥലങ്ങളിൽ പോവും. പുതിയുള്ള അത്ഭുത കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരാറ് കേട്ടോ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് ഗ്രാമങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഓ, ആ വീടിൻ്റെ മുറ്റത്ത് ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ.
കണ്ടോ വീടുകളൊക്കെ. എൻ്റെ അമ്മോ എന്താ വ്യൂ എന്നറിയോ? ബട്ടണൊക്കെ വീണാ പിന്നെ പൊടി പോലും കിട്ടില്ല. സംഗതി കണ്ടോ, ഈ കാണുന്ന സാധനങ്ങൾ കൊണ്ട് വേണം ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കാൻ. പക്ഷേ ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ 6 മണിയായില്ലേ, തരൂല. അങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിൽ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചിക്കന്മാരെ ഞങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് വളഞ്ഞു കേട്ടോ. ചെറിയൊരു സീനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ആമാങ് ബ്രോ കാര്യം എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് രാത്രി കുക്ക് ചെയ്യാൻ ഒരു ഫോറസ്റ്റേരിയൽ ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടോ. ആദ്യം കള്ളന്മാരാന്ന് അവർ വിചാരിച്ച്, പിന്നെ ഓക്കെ ആയി, പറഞ്ഞ് മനസ്സിലാക്കി അവരെ. ആദ്യം അന്വേഷിക്കാനാണ് വന്നത്, പിന്നെ ഫ്രണ്ട്സായി ഞങ്ങൾ. കാര്യങ്ങളൊക്കെ അവർ ബോധ്യമായപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പിന്നെ അവർ സപ്പോർട്ട് ചെയ്തിട്ടോ. ഒരു ഫോറസ്റ്റ് ഏരിയ കാണിച്ചു തന്നു. അവിടെ ഒരു ചെറിയൊരു ലാൻഡ് ഉണ്ട് ഞങ്ങളുടെ. അവിടെ പോയിട്ട് നിങ്ങൾ കുക്ക് ചെയ്തോന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടുത്തെ ആളുകൾ. അപ്പോൾ അവർ ഞങ്ങൾക്ക് വിറകൊക്കെ ഒടിച്ചു തന്നു, കല്ലൊക്കെ പെറുക്കി തന്നു. എന്നിട്ട് അവർ പോയേ. എന്നിട്ട് ഞാനും ഹരി മാത്രം ഈ ഫോറസ്റ്റിനുള്ളിൽ ഒരു കുക്കിംഗ് പരിപാടിയാണേ. அந்த பாறை இருக்குல்ல, அந்த பாறையிலேருந்து இந்த இங்கேருந்து அப்படியே அதில் പതുങ്ങി 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 പോച്ച്. അതിൽ ഞങ്ങൾ പുല്ലിനെ കണ്ടുട്ടോ, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആളെ ശരിക്കും കണ്ടു. എന്താ இருக்குல்ல, ഇങ്ങേருந்து அப்படியே പതുങ്ങി 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 പോകുത്. ആമാ നെരുപ്പൊട്ട ടക്കുന്ന് വരാതെ വാ, നെരുപ്പൊട്ടலாம். അന്ന് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. പതുങ്ങി പതുങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് ആ പുലി. പക്ഷെ വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തീയിട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ അടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പരിപാടിയായി. പെട്ടെന്ന് തീയിടുകയാണ് ഇവിടെ. ഇതുണ്ടോ ഊക്കിയല്ലായിട്ടു. എങ്ങനെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തീയായി കഴിഞ്ഞാൽ പിന്നെ അനിമൽസ് ഒന്നും വല്ലാതെ വരില്ല. അടി സുത്തി വിടും. ചെറുതായിട്ട് കത്തി പിടിക്കുന്നുണ്ട്, നോക്കാം. നല്ലൊരു ലെപ്പാടാട്ടോ. അതിലങ്ങനെ പതുങ്ങി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, പതുങ്ങി. ആവശ്യമില്ലാത്ത മണിയൊന്നും തോന്നുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഇവിടെ സ്ഥിരമായിട്ട് ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരപ്പോൾ, അല്ല മൃഗങ്ങളെപ്പോട്ടോ. കുറച്ച് നേരം മുമ്പ് എന്താ സംഭവിച്ചു ചോദിച്ചാൽ ലെപ്പേഡ് മണ്ടിയത് മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ലെപ്പേഡ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കൊടും കാട്ടിലിരുന്ന് ഒരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കി കഴിക്കാൻ പോവാണേ. എന്നാൽ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. പേടിച്ചിട്ടായിട്ട് ഇരിക്കരുത്. പിന്നെ എന്താണെന്നറിയാം, എത്ര ദൂരം വന്നല്ലേ, നിങ്ങളുടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ നേരത്തെ ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് 6 മണിക്ക് ശേഷം ഇവിടെ ഉപ്പോ കടുകോ എണ്ണ അങ്ങനെ ഒന്നും തരില്ല കേട്ടോ ഇവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും തരും, ഞങ്ങൾക്കൊന്ന് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 6 മണിക്ക് ശേഷം ഇതൊന്നും ഞങ്ങൾ വിൽക്കില്ല. അല്ലാത്ത ബിസ്ക്കറ്റോ ബന്നോ അതൊക്കെ മേടിക്കാം കേട്ടോ. ഇവിടെ ചെറിയൊരു കട ഉണ്ട്, അതിലെല്ലാ സാധനവും കിട്ടും. പക്ഷേ 6 മണിക്ക് മുമ്പേ വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ അത് തരില്ല. അത് ഇവിടുത്തെ ഒരു റൂൾസാണ്. അതിനുശേഷം വിൽക്കാൻ പാടില്ല. അത് അവരുടെ ഒരു വിശ്വാസമാണത്. എല്ലാം എടുത്ത് കത്തി എടുക്കാൻ മറന്നു കേട്ടോ. സംഗതി ഞങ്ങൾ കത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ മറന്നു. അപ്പോൾ അയൽവാസത്തെ ഒരു ഏട്ടൻ എന്താ തീയൊക്കെ കത്തുന്നുണ്ടല്ലോ നോക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേ. എന്നിട്ട് അങ്ങേര് കയ്യിലും കത്തിയൊക്കെ ഞങ്ങൾക്ക് തന്നു കേട്ടോ. சிறுத்தை லாஸ்ட் எப்படின்னே வந்தது? அந்த மேலே அங்கே தான். ஆட்டை பிடிச்சிட்டு போயிடுச்சா? ஐயோ, കാട്ടുക്ക് അന്തപ്പൊക്കെ നായ പിടിച്ചിട്ട് പോയിച്ച് സിറുത്തെ. അതായത് ഇവിടെ പുലി സ്ഥിരം വരാറുണ്ട് അത്ര. അവിടെ ഒരു ആട്ടിൻകുട്ടിയും പിടിച്ചിട്ട് പോയി, ഒരു 3-4 നായ്ക്കളൊക്കെ പിടിച്ചിട്ട് പോയത്ര. അതായത് ഞങ്ങൾ ഇരിക്കുന്നത് ശരിക്കും പുലിക്കാട്ടിൽ തന്നെയാണ് കേട്ടോ. പുള്ളിപ്പുലിയുള്ള കാട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഏട്ടൻ വന്നപ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ പേടിക്കൊന്നും വേണ്ട, തീയിട്ടതല്ലേ, വല്ലാതെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട്. நாங்கள் வெளியூர்ந்து வர்றோம். இப்படி மலையில் சுற்றி பார்க்கோம். எல்லாம் சுற்றி பார்த்துட்டு இங்கெல்லாம் எப்படி வாழ்கிறாங்க அதெல்லாம் பார்த்து வீடியோ பண்ணி வேலை. அதான் சமைச்சிட்டு இருந்தோங்க, அண்ணா வந்து பார்த்தாங்க. இல்லை முடிச்சு ஓய்க்கு யாரும். இதான் உங்கள் வீடுங்களா? ஊர்னா இங்கே உள்ளே இருக்குதுங்களா, இந்த கோயிலுக்கு பக்கத்தில்? சரி. அந்த ஒரு வீடு பூட்டி இருக்குது, அந்த வீடா? அங்கே இருக்குன்னு விட்டுட்டு போகிறேன். எங்கே இருக்கிறீங்க? ஸோ சரி, இதே உங்கள் இடம் தானுங்களா அப்போ? சரி. பாப்பா பேர் என்ன? உங்கள் பேர் என்ன? எதுக்கு வைக்கப்படுறீங்க? சொல்லுங்கள், உங்கள் பேர் சொல்லுங்கள்.
ஏன் ஒன்றாவது போகிறாங்க? எதுக்கு பேர் சொல்ல கூச்சம்? இப்படிலாம் கூச்சப்படக்கூடாது, தைரியமாக பேசணும். பொன் குழந்தை இப்படி வெக்கப்படக்கூடாது, தைரியமாக பேசணும். சொல்லுங்கள். ஒன்றாவது படிக்கிறேன்னு சொல்லுங்கள். சரி, உங்கள் பேர் சொல்லுங்கள். இங்கே பாரு, ஓகே. நானா உங்களுக்கு എതും തൊന്തരവ് വെച്ചിങ്ങളാ? ഇതാണ് ഏട്ടൻ്റെ വീട്. ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നാണേ. ഇവർ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. இதை சமையல் அறைங்களா? இங்கே சமைச்சிக்கிறவங்க வீடெல்லாம் எல்லார் வீடும் இப்படி தானே இருக்குது. நான் வந்து எல்லோரும் பார்க்குறேன், எல்லார் வீடும் இப்படி தான் இருக்குது. கொஞ்சம் கொஞ்சம் சின்ன சின்ன வீடாக அப்படி குனிஞ்சு குனிஞ்சு போகிற மாதிரி இருக்குது. அவ்வளோதான். என்னங்கம்மா? காட்டு காவலுக்குன்னு வந்து அப்படியே எடுத்தது. சரி. ஓ அப்படிங்களா? ഓ സിറുത്ത ആട്ടുകുള്ള പൂന്തിരെന്ന് ചൊല്ലി അങ്ങ് പോയി പടുത്തുക്കിരുവീங்க. ഇവർക്ക് ശരിക്കും നാട്ടിനുള്ളിൽ ഒരു വീടുണ്ട് അത്ര, പക്ഷെ എന്നാലും ഇവർ ഇവിടെ താമസിക്കുള്ളൂ. കാരണം ഇവർ ആടും പശുവൊക്കെ വളർത്തുന്നുണ്ടല്ലേ, അത് പുള്ളിപ്പുലി വന്ന് പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവരെ കാവലിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളോട് പറഞ്ഞത് ഈ ചേച്ചിയും ഏട്ടനും സംഗതി ഇത്തിരി റിസ്ക് ആണ്, പക്ഷെ വേറെ നിവൃത്തില്ല. നമ്മളെ വളർത്താൻ നമ്മളെ കുട്ടികളെ പോലെ അവരെ നോക്കണേ നമ്മളെ കടമയല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മക്ക് മൊത്തം എவ்வளோ பசங்க? ரெண்டு பையன் ஒரு பொண்ணு. ரெண்டு பையன் ஒரு பொண்ணுங்க. 3 பேர் படிக்கிறாங்க. எல்லாம் படிச்சே முடிச்சிட்டாங்க. படிச்செல்லாம் முடிச்சு டிகிரிலாம் முடிச்சு வேலைக்கு போயிட்டாங்க. சின்னதாக ചുള്ളി മട്ട് എടുത്തിട്ടുங்களா? വിറകൊക്കെ എടുത്ത് തൊളിന്ന് പറഞ്ഞിട്ടോ ഞങ്ങളോട്. ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. ആ சமைக்கிறவரைக்கும் வேணுமா? இல்லை இல்லை, அங்கே கொஞ்சம் பிறக்கி வச்சுருக்குறோம் நாங்கள், அதை வச்சு சமாளிச்சுக்கிறோம். ഇതേ ഒരു വില്ലേജാണ്. രാത്രി ഉറങ്ങാതെ പുലി ഇതുപോലെ പശുക്കളെ, പുള്ളിപ്പുലി ഇതുപോലെ പശുക്കളെ വന്ന് പിടിക്കുന്നു വിചാരിച്ച് രാത്രി ഉറങ്ങാറില്ല അത്ര പേര്. അതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ അവർ താമസിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ റിസ്ക് എടുക്കണ്ടില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അടർന്ന കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ ചില്ലറ പണിയല്ല. അപ്പോൾ അവിടെ പോയി വിറകും സ്പൂണും ഇതൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ, കത്തിയൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കറി, ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കല്ലിൽ ദോശക്കല്ലിൽ ചുട്ടെടുക്കാവുന്ന പോലെ ഒരു പാനിൽ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ അഡ്വഞ്ചറിൻ്റെ കൊഴുപ്പ് ഇത്തിരി കൂടിയിട്ട് തലയ്ക്ക് പിടിച്ചിട്ട് പ്രാന്തായി. അതുകൊണ്ടാണ് ഇത്തിരി റിസ്ക് എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ടസ്കർ ട്രാക്കർ ഹരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. ഇതുണ്ടോ ഗ്രേവി മോഡൽ ഒന്ന്, പിന്നെ ഇതാ കല്ലിൽ, ദോശക്കല്ലിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ, കല്ലിലിട്ട് ചുടുകയെന്ന് കേട്ടോ. അതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതാ ബ്രെഡ്. ഇതാണ് ഞങ്ങൾ രാത്രി ഡിഷ്. ഇവിടെ ഇതെന്താ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ അത് വലിയ കിക്കില്ലല്ലോ. ഇങ്ങനെ കാട്ടിക്ക് വന്നാൽ പിന്നെ കാട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഈ ഡിഷൊക്കെ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ രസമുള്ളൂ. അത് വേറെ ഒന്നുമല്ല, കുറച്ച് കൊഴുപ്പ് കൂടിയതിൻ്റെ പ്രശ്നം. കോഴിക്കല്ല കേട്ടോ ഞങ്ങൾക്ക്. ഈ കുന്നിൻ്റെ മുകളിൽ ചിക്കനൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ചിക്കനൊന്നും ഇവിടെ കിട്ടില്ല. താഴെ നിന്ന് വരുമ്പോൾ തന്നെ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ കിട്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മണിക്ക് മുമ്പേ വാങ്ങണം. അപ്പം ബാക്കിൽ ഇടയ്ക്കിടയ്ക്ക് പട്ടി വരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വണ്ടി ഇവിടെ ഉണ്ട്. ജസ്റ്റ് ആ അമ്പലം ഒന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. രാത്രിയിൽ എങ്ങനെയാണ് ആ 2 കുത്ത് മാത്രം കാണുന്നുണ്ടോ ആ ലൈറ്റ്? അതാണ് കേട്ടോ പാലമലൈ സിദ്ധേശ്വരൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ മോളിക്ക് പൊക്കി അത്ര കാലം സ്റ്റാറാന്ന് പറയാം ഇവിടെ. നായിക്കുളക്കിൽ ദൂരത്ത് പട്ടികൾ കുരക്കാൻ തുടങ്ങി കേട്ടോ. എന്താ പിടിച്ചോ, அடுத்த ஆள் டைங். இவங்கெல்லாம் கொஞ்ச நேரம் அதுக்குள்ளே இருந்தால் தான் வேலையாகும்னு நினைக்கிறேன். ஏன்னா இவங்க மேலே ஒழுங்கா எண்ணெய் படவில்லை. ബ്രെഡും എണ്ണയുടെ സൈഡിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ വയ്ക്കണം കേട്ടോ. ഒന്ന് പൊരിഞ്ഞോട്ട് എഴുതിയിട്ട് കൈയും കൊണ്ട് തന്നെ മറിച്ചിടാം കേട്ടോ. ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത. ഇതുണ്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നറിയോ? ശരിക്കും ടോപ്പായത് ഗ്രേവി കേട്ടോ. അപ്പാ കൈ വെന്തിരിച്ചിടാ. അപ്പോൾ അതാ എല്ലാം ഡിഷ് റെഡിയായേ. ബ്രെഡ് ഞങ്ങൾ കുറച്ച് റോസ്റ്റ് ചെയ്തെടുത്ത്, കുറച്ച് കരിഞ്ഞ്, അത് വേറെ കാര്യം. ഒക്കെ റെഡി ആയിട്ടോ. ക്യാമ്പ് ഫയറും റെഡിയായി. അതിൽ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടത് അതാ ബ്രെഡ് റോസ്റ്റ്, ചിക്കൻ പൊരി, ചിക്കൻ ഗ്രേവി, 10 ഫോറസ്റ്റ്. ഇതിന് വലിയ ഫീല് വേറെ എന്താ വേണ്ടേ? അടിപൊളിയാട്ടോ. എപ്പടി இருக்குது ഹരി? സൂപ്പറാ இருக்கா?
അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെറുതെ പറയല, ഒരു ടേസ്റ്റ് சாப்பிட்டு முடிச்சாச்சு. വേറെ ടേസ്റ്റ്. പക്കത്തിലെ ക്യാമ്പ് ഫയർ. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മഞ്ഞ് വീഴാൻ തുടങ്ങി, ഇതുണ്ട് നല്ല പോടൊക്കെ ഇറങ്ങാൻ തുടങ്ങി, ചൂടുള്ളതുകൊണ്ട് ചെറിയൊരു കഥകതപ്പ്. പിന്നെ ഇതുപോലെ സ്ഥലങ്ങൾ ഞാൻ സ്ഥിരം ചെയ്യാറുണ്ട്. ഇനി പോകുമ്പോൾ ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഇതിൽ കൊട്ടി ഞങ്ങൾ കെടുത്തിയിട്ടാണ് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞു, ഫുഡിങ് കഴിഞ്ഞു. ഈ കാട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു അടർന്ന കാട്ടിൻ്റെ ഉള്ളിലെ കുക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻറ്റിൽ പറയണം കേട്ടോ. നമ്മുടെ സുഹൃത്ത് ഈ ഗ്രാമത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ചാൻസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ചാൻസ് ഒരു ദിവസത്തോടെ യൂസ് ചെയ്യാമെന്നല്ലാതെ വേറെ നിവർത്തി എനിക്ക് കിട്ടിയില്ല. അതെന്താടാ ഒരു ദിവസം എന്ന് ചോദിച്ചാൽ രാവിലെ അല്ലേ പോകുന്നു വെച്ചാൽ, അല്ല രാവിലെ അല്ല, രാത്രി ഇറങ്ങേണ്ട ഒരു എമർജൻസി വർക്കുണ്ട്. ഇപ്പോഴാണ് ശരിക്കും കൊഴുത്ത് മൂത്ത് പ്രാന്ത് കയറി പിടിച്ചിരിക്കുന്നത്. ഇത്ര വലിയ റിസ്ക് ഒന്നും ഏത് മഹാനും ചെയ്യില്ല കേട്ടോ. അത്രയും വലിയ റിസ്ക്കാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് നട്ടലൊക്കെ വറക്കുന്നുണ്ട്. എന്നാലും സിറ്റുവേഷൻ അങ്ങനെയാണ്. പെട്ടെന്ന് വീട്ടിലേക്ക് എത്തേണ്ട ഒരു കോളുണ്ട്. പാതിരാത്രിക്ക് ഉടനെ ഈ മല ഇറങ്ങണം. ഈ അടർന്ന കാട്ടിൻ്റെ ഉള്ള ഈ മലപാതയിൽ പാതിരാത്രിയിൽ ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങുന്നത് പോസിബിളാണോ ചോദിച്ചാൽ പോസിബിൾ അല്ല കേട്ടോ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഇനിയാണ് റിയൽ അഡ്വഞ്ചർ. രാത്രി ഈ മല ഇറങ്ങണം. ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ஆலமலைக்குள்ளே ஏறலாம். പോകുന്ന വഴിക്ക് ഒരു സൗണ്ട് കേട്ടപ്പോൾ മെല്ലെ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഒരു സൗണ്ട് കേട്ടായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഒരു റിസ്ക്കില്ലാത്ത സ്ഥലം വരെ എത്തി ഞങ്ങൾ. പക്ഷെ എന്നാലും ചെറിയ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള അടിപൊളി അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസിന് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.